ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒന്നിലധികം വീഡിയോസ് എങ്ങനെ ഒന്നിച്ചിട്ട് ലൈറ്റ് എങ്ങനെ കറക്റ്റ് ചെയ്യാം, കളർ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പല ഫ്രെയിമിലൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് എടുക്കും. പല ആംഗിളിലും പല ലെൻസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ കളർ കറക്റ്റ് ചെയ്തു. അപ്പം അതുപോലെ അതിൻ്റെ കൂട്ടത്തിലെടുത്ത ബാക്കി വീഡിയോസ് എങ്ങനെ പെട്ടെന്ന് കളർ കറക്റ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ഞാനിവിടെ ഈ ഒരു ക്ലിപ്പ് അങ്ങ് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഇതിൻ്റെ തന്നെ ബാക്കി സീക്വൻസോടെ ഞാൻ ആഡ് ചെയ്യാം. ഞാനത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ റഫായിട്ട് ഇതൊന്ന് കുറച്ച് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് റഫായിട്ടൊന്ന് കുറച്ച് പാർട്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരുമിച്ചിട്ട് എങ്ങനെ കളർ കറക്റ്റ് ചെയ്യാം, കളർ ഗ്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പം നമ്മൾ ഒരു വട്ടം ഓൾറെഡി ചെയ്തല്ലോ, ഈ ഒരു ഗ്രേഡ് ചെയ്തല്ലോ. ഞാനിപ്പോൾ അതിവിടെ ഒരു ഗ്രാബ് സ്റ്റില്ല് കൊടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ടൈം ലൈൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം ലൈൻ എടുക്കാൻ നമുക്ക് ടൈം ലൈൻസ് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഈ വർക്ക് സ്പേസ് ഒന്ന് ഫുൾ സ്ക്രീൻ ഇടുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇതാണ് ഫസ്റ്റ് ക്ലിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കളർ കറക്റ്റ് ചെയ്ത ക്ലിപ്പ്. ഇപ്പോൾ നമുക്ക് എല്ലാ ക്ലിപ്പും എങ്ങനെ പെട്ടെന്ന് ഗ്രേഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഒരു വട്ടം ഇത് കളർ ഗ്രേഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ചെയ്ത സ്റ്റെപ്സ് എല്ലാം കൂടെ ഒന്നുകൂടെ ആദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഇപ്പോൾ ഈ ക്ലിപ്പ് എടുക്കുന്നു, എന്നിട്ട് ടൈം ലൈൻ ജസ്റ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ ഈ ഒരു ക്ലിപ്പ് ഗ്രേഡ് ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം ഗ്രേഡ് ഈ ഒരു ക്ലിപ്പിലോട്ട് വരണമെങ്കിൽ നമ്മുടെ മൗസിൻ്റെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലൊരു ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ ആ സെയിം ഗ്രേഡ് ഇവിടെ വരും. കണ്ടോ, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനിപ്പം അടുത്ത ക്ലിപ്പ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മളൊരു സ്റ്റില്ല് ഗ്രാബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഗ്രേഡ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യാം. എന്നിട്ട് മൗസിൻ്റെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. കണ്ടോ, നമ്മൾ പെട്ടെന്ന് തന്നെ ഇത്തരം ക്ലിപ്സിനെല്ലാം പെട്ടെന്ന് കളർ ഗ്രേഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും ചില ക്ലിപ്സിനൊക്കെ ബ്രൈറ്റ്നസ് കുറവായിട്ടും കോൺട്രാസ്റ്റ് കൂടുതലായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതോടൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇൻഡിവിജ്വൽ ക്ലിപ്സ് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഈ ക്ലിപ്സ് അങ്ങ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു സ്ഥലം കിട്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ബാക്കി വീഡിയോസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു സ്റ്റില്ല് കണ്ടോ, ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇമേജ് ബ്രൈറ്റ്നസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽസ് എടുക്കുക. എന്നിട്ട് ഞാനിവിടെ കേഴ്സ് എടുക്കുന്നു. കേഴ്സ് എടുത്തിട്ട് ഈ ഒരു ലൂമിനൻസിൻ്റെ ഈ ഒരു ചാനൽ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കുറച്ച് ബ്രൈറ്റ്നസ് ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, കുറച്ച് ചെറുതായിട്ട് ബ്രൈറ്റ്നസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കുറച്ച് ഷാഡോസും ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിത് കണ്ടോ, ഇവിടെ കുറച്ച് ഷാഡോസ് ആഡ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഷാഡോസ് ആഡ് ചെയ്തപ്പോൾ കുറച്ച് കോൺട്രാസ്റ്റ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ കോളിഫ്ലവർ മാറ്റിയിട്ട് ഈ ഒരു ഇമേജ് വൈപ്പ് ആക്കുന്നു. എന്നിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിൽ ടോട്ടൽ ഒരു കോൺട്രാസ്റ്റ് കുറഞ്ഞ ഫീൽ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലോഗ് വീൽസ് എടുക്കുന്നു. എന്നിട്ട് ഇവിടെ കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിവിടെ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നസ് ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഈ ഒരു ഗാമയിൽ കുറച്ച് ബ്രൈറ്റ്നസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഞാനിവിടെ ഇത് ഓഫാക്കുന്നു. ഇമേജ് വൈപ്പ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്ത വീഡിയോ കാണാൻ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയും വലിയ കുഴപ്പമില്ല, ഏകദേശം സെയിം ആയിട്ട് തന്നെ ഏകദേശം കളർ കറക്ഷൻ ഏകദേശം സെയിം ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയും കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ്നസ് കുറവുണ്ട്. ഉണ്ടോ, അപ്പോൾ ഞാനിവിടെ ലെവൽസ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇമേജിന് കുറച്ച് ബ്രൈറ്റ്നസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മിഡ് ടൂൺസിൽ ആദ്യം കുറച്ച് ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷാഡോസ് ഇത്തിരി ലൈറ്റ് കുറയ്ക്കുന്നുണ്ട്, മിഡ് ടൂൺസിൽ ഇത്തിരി ലൈറ്റ് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി ഇമേജ് കൂടെ നോക്കട്ടെ. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് കുറയ്ക്കണം. ഞാനിവിടെ ഗാമ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ,
അതുപോലെ തന്നെ ഈ ഗെയിനും കുറച്ച് കുറയ്ക്കുന്നുണ്ട്. ഗെയിൻ കുറയ്ക്കണോ? ഗെയിൻ കുറയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കോൺട്രാസ്റ്റ് വേണം ഇത്തിരി കൂട്ടി നോക്കാം. ഓക്കെ ഓക്കെ ഇപ്പോൾ ഏകദേശം എല്ലാ വീഡിയോസും ഒരേ രീതിയിൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഒരു വീഡിയോയിൽ കുറച്ച് സാച്ചുറേഷൻ കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇച്ചിരി സാച്ചുറേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എല്ലാ വീഡിയോയിലും കൂടെ ഏതെങ്കിലും ഒരു കളർ ഗ്രേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നിർത്താൻ പറ്റും. ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ലട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഈ ഒരു ഗ്രേഡിങ് ഇവിടെ നിർത്താം. ഇപ്പം ലട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്, വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വല്ലതും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു എല്ലാ വീഡിയോസിലും നമുക്ക് ആ ഒരു ഗ്രേഡ് വരും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലൂടെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് വേണേൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഈ എൻ്റെ ടൈം ലൈനിന് വേണേൽ കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ എൻ്റെ ഒരു വീഡിയോ കവർ ആവുന്ന പോലെ ഞാനത് വലിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഒരു വട്ടം ഗ്രേഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാത്തിനകത്തും അതായിക്കോളും. ഇപ്പോൾ ഞാനിവിടെ ക്ലിപ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആയിരിക്കും സെലക്ട് ആയിരിക്കുന്നത്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇതിലോട്ടൊരു ലട്ട് വല്ലതും ആഡ് ചെയ്യാൻ പോകണം. ഇവിടെ ഞാൻ ലട്ട്സ് എടുത്തിട്ട് ഇപ്പം എൻ്റെ ഒരു ലട്ടുണ്ട്, ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ലട്ട് വേണേൽ ആഡ് ചെയ്യാം. ഓക്കെ ഞാൻ ഈ ഒരു ലട്ട് ചൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും ഒറ്റ ക്ലിക്കിൽ ഈ ഒരു ലട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു ലട്ടിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഇത്രയും വേണ്ട. നമ്മുടെ ആ ഒരു ഇമേജിലെ കളേഴ്സ് എല്ലാം ഒരുമാതിരി ഓവർ സാച്ചുറേറ്റ് ഒക്കെ ആയിട്ട് പോയി. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ലട്ട്സിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കീ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഗെയിൻ കുറച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഗെയിൻ കുറയ്ക്കുന്നുണ്ട്. ഗെയിൻ കുറച്ചിട്ട് എപ്പോഴാണോ ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്ത ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം. ഏകദേശം ഈ ഒരു രീതിയിൽ മതി. ഇതിൽ കൂടുതലായത് ഓവർ സാച്ചുറേറ്റഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു നോഡ് കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സാച്ചുറേഷൻ കുറച്ച് കുറയ്ക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ചെടുത്ത ഒന്നിലധികം വീഡിയോസ് കളർ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു ക്രിയേറ്റീവ് ഗ്രേഡിങ് കൂടെ ചെയ്തിട്ടുണ്ട്. ലട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മാനുവലായിട്ട് ഗ്രേഡിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് വരും ക്ലാസ്സുകളിൽ പഠിക്കാം.